സുവിശേഷൻ എം സക്കറിയ എഴുതിയ ആത്മനിറവ് അന്യഭാഷാ ഭാഷണം എന്ന പുസ്തകത്തിലെ 34, 35, 36 അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. അധ്യായം 34. ആത്മപ്രാപണം വിശ്വാസികളുടെ സാർവത്രിക സിദ്ധി. ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സാരം? ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചു എന്നാണ് ആ വാചകത്തിൻ്റെ തെളിവായ അർത്ഥം. ആത്മാവിനെ കിട്ടി, ആത്മാവുള്ളവനായി തീർന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ അതേ ആശയം ഉൾക്കൊള്ളുന്നവയാണ്. രക്ഷ പ്രാപിച്ചു, രക്ഷ ലഭിച്ചു, രക്ഷിക്കപ്പെട്ടു, രക്ഷ കിട്ടി എന്നെല്ലാമുള്ള പദപ്രയോഗങ്ങൾ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പഷ്ടമായ അർത്ഥം കൽപ്പിക്കുന്ന പദപ്രയോഗങ്ങളാണ് ആത്മാവ് പ്രാപിച്ചു എന്നുള്ളത്. അങ്ങനെ പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും ആത്മാവിനെ പ്രാപിച്ചവരാണെന്നും ആർക്കെങ്കിലും ആത്മാവ് ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ ക്രിസ്തു വിശ്വാസി അല്ല എന്നുമുള്ള സത്യമാണ് റോമർ 8:9 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാൾ ക്രിസ്തു വിശ്വാസിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാനുള്ള സംശയാതീതമായ വേദവിധിയാണോ പ്രഖ്യാപനം. ആര് ക്രിസ്തുവിനുള്ളവനാണോ അവന് ആത്മാവിനെ കിട്ടിയിട്ടുണ്ടെന്ന് സ്പഷ്ടം. എന്നാൽ വിശ്വാസികളുടെ മധ്യത്തിൽ ആത്മാവ് പ്രാപിക്കാത്ത ഒരു കൂട്ടർ ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന വിശ്വാസികൾ റോമർ 8:9 മുമ്പിൽ ഇരുട്ട് കണ്ണുള്ളവരെ പോലെയും ചെകിടന്മാരെ പോലെയും വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ലളിതവും സ്പഷ്ടവുമായ ഈ വേദവാക്യത്തെ മറികടന്ന് അസ്പഷ്ടമായ അനുമാനങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. ഒരു പാപിക്ക് പാപബോധം നൽകി അവനെ ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് നടത്തിയത് പരിശുദ്ധാത്മാവാണ്. അവൻ കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ വീണ്ടും ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്ന തിരുവെഴുത്ത് പറയുന്നത് പോലെ പുതുജീവൻ പ്രാപിച്ചത് തന്നെ ഉള്ളിൽ ആത്മാവിനെ പ്രാപിച്ചതുകൊണ്ടാണ്. നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് വിളിച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? 1 Corinthians 3:16 എന്ന് പൗലോസ് ചോദിച്ചതും നാം എല്ലാവരും ദൈവാത്മാവിനെ പ്രാപിച്ചവരായതുകൊണ്ടാണ്. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് അറിയുന്നില്ലയോ എന്ന് വീണ്ടും അപ്പോസ്തലൻ സകല വിശ്വാസികളെയും അനുസ്മരിപ്പിച്ചതും കുറിക്കൊള്ളേണ്ടതാണ്. 1 Corinthians 6:19. വിശ്വാസികൾ ആത്മാവിൻ്റെ അധിവാസ കേന്ദ്രങ്ങളായത് ആത്മാവിനെ പ്രാപിക്കാതെയാണെന്നാണോ പെന്തക്കോസ്തർ ധരിച്ചിരിക്കുന്നത്? കൊരിന്ത്യ വിശ്വാസികളുടെ മാത്രം കാര്യമല്ല, പിന്നെയോ അവിടെയും ഇവിടെയും എവിടെയും യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട സകല വിശ്വാസികളുടെയും കാര്യമാണ് പൊതുവായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളായ നാം എല്ലാവരും ഏക ആത്മാവിൽ സ്നാനം ഏറ്റവരാണെന്നും മാത്രമല്ല എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തവരാണെന്നും 1 Corinthians 12:13 തെളിവായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവിനെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ഈ ആത്മപാനം നടക്കുന്നത്? ആത്മാവിനെ പ്രാപിക്കുന്ന അഥവാ ആത്മാവ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയാണ് ആത്മപാനം. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അംഗമാക്കപ്പെട്ടപ്പോൾ തന്നെ ആത്മപാനവും നടന്നു കഴിഞ്ഞു എന്നാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതൊരു രണ്ടാം അനുഗ്രഹമല്ല. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ജലസ്നാനമേൽക്കുമ്പോൾ നടക്കുന്ന കാര്യവുമല്ല. അതിനുവേണ്ടി വിശ്വാസി കാത്തിരിക്കേണ്ട കാര്യവുമില്ല. അത് വിശ്വാസികളിൽ സാർവത്രികമായി നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. യൂദായുടെ ലേഖനത്തിൽ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ട വിശ്വാസികളെയും രക്ഷിക്കപ്പെടാത്തവരെയും രണ്ടായി വേർതിരിച്ചുകൊണ്ട് പറയുന്ന ശ്രദ്ധേയമായ പല വാക്കുകളുണ്ട്. 19 വാക്യത്തിൽ അവിശ്വാസികളെ പ്രാകൃതന്മാരെന്നും ആത്മാവില്ലാത്തവർ എന്നും എടുത്തു പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരായ എല്ലാവരും ആത്മാവ് പ്രാപിച്ചവരായതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തവരെ ആത്മാവ് ഇല്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ വാസികളോട് നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കാത്തിരിക്കണമെന്നല്ല, പ്രത്യുത വിശ്വാസികൾ പരിശുദ്ധാത്മാവ് ഉള്ളവരായതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് വിശ്വാസ ജീവിതം പുലർത്തണമെന്ന് ഓർപ്പിക്കുകയാണ് ചെയ്തത്. പഴയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മപ്രാപണം ഒരു സാർവത്രിക അനുഭവമായിരുന്നില്ല. എങ്കിലും അവരിൽ അനേകരും ആത്മാവിനെ പ്രാപിച്ചവരും ചിലർ ആത്മാവിനാൽ നിറയപ്പെട്ടവരുമായിരുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം ഓരോ പ്രത്യേക ഉദ്ദേശത്തിലും പ്രത്യേക ആവശ്യത്തിനു വേണ്ടിയും ആയിരുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. പുതിയ നിയമകാലത്തേതുപോലെ അവ രക്ഷയോട് പ്രത്യേകമായി ബന്ധപ്പെട്ട ആത്മപ്രാപണം ആയിരുന്നില്ല. അതുകൊണ്ട് ആത്മാവ് അവരിൽ നിന്ന് മാറാതെ സ്ഥിരമായി അധിവസിച്ചിരുന്നുമില്ല. അന്ന് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ആയിരുന്നതിനാൽ പ്രത്യേക സന്ദർഭങ്ങളിൽ വരികയും വിട്ടുപോകുകയും ചെയ്തിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തപ്രകാരം ആത്മാവ് പെന്തക്കോസ്ത് നാളിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അന്നു മുതൽ സഭയാകുന്ന ആലയത്തിൽ സ്ഥിരമായി വസിച്ചുകൊണ്ട് തൻ്റെ വേല തുടരുകയാണ്. പാപിയെ രക്ഷയിലേക്ക് നടത്തുകയും രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവനോടുകൂടെ സ്ഥിരമായി വസിച്ച് ഉപദേശിക്കുകയും സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്നു.
ഇവിടെ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. ആത്മപ്രാപണം പുതിയ നിയമവിശ്വാസികളുടെ സാർവത്രിക സിദ്ധിയാണ്. എന്നാൽ ആത്മാവിൻ്റെ വേലകളും വ്യാപാരങ്ങളും വ്യത്യസ്തമാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിലും ആത്മനിറവില്ലാത്ത അനേകരുണ്ട്. ആത്മാവിനെ പൂർണ്ണമായി അനുസരിക്കാത്തവരും വളരെയാണ്. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരുണ്ട്, ആത്മാവിനെ കെടുക്കുന്നവരുണ്ട്. മറുവശത്ത് പരിശുദ്ധാത്മാവിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി ശോഭിക്കുന്ന ആത്മീയന്മാരുമുണ്ട്. പുതിയ നിയമത്തിൽ പല പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനം ശക്തിയോടെ ഘോഷിക്കുന്നവരും ആത്മാക്കളെ നേടുന്നവരുമുണ്ട്. പരിശോധനകളിലും കഷ്ടങ്ങളിലും പതറാതെ നിൽക്കുന്നവരുണ്ട്. ആത്മാവിൻ്റെ ഫലമായ വിശിഷ്ട ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും ഗ്രഹിക്കുന്നവരുണ്ട്. ലഭിച്ച കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനും ദൈവമഹത്വത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവം ദാനം ചെയ്തതും തങ്ങളിൽ വസിക്കുന്നതുമായ ആത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടുവാനും അനുസരിപ്പാനും തങ്ങളുടെ സ്വയം അടിയറ വയ്പ്പാനും കടപ്പെട്ടവരാണ് സകല വിശ്വാസികളും. ആത്മപ്രാപണത്തിനു വേണ്ടി യാതൊന്നും ചെയ്യുവാൻ സഭയോട് ആരും കൽപ്പിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിന് മുമ്പ് ആത്മാവ് നൽകപ്പെട്ട രീതികൾ അതേപടി സഭയ്ക്ക് മാതൃകയുമല്ല. എന്നാൽ വിശ്വാസികൾ ആത്മാവിനെ പ്രാപിച്ചവരാകിയാൽ അവർ ആത്മാവിനെ അനുസരിക്കണമെന്നും ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും ആത്മാവിനെ കെടുക്കരുതെന്നും ആത്മാവിൽ നിറയപ്പെടണമെന്നും കൽപ്പിച്ചിട്ടുണ്ട്. അത് നാം മറക്കരുത്. ആത്മപ്രാപണത്തിൻ്റെ പ്രത്യക്ഷ അടയാളമായി അന്യഭാഷാ ഭാഷണം ഉണ്ടാകുമെന്നുള്ള വചനവിരുദ്ധമായ പഠിപ്പിക്കൽ നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും യഥാർത്ഥമായ ആത്മനിറവും ഉണ്ടാകുവാൻ വേണ്ടിയല്ല, പിന്നെയോ അന്യഭാഷാ ഭാഷണമെന്ന് അർത്ഥരഹിതമായി പറയപ്പെടുന്ന 3-4 അവ്യക്ത പദങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയും അവ ഉച്ചരിച്ച് തൃപ്തരാകുവാൻ വേണ്ടിയും ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ് ലോകമെമ്പാടും കാണപ്പെടുന്നത്. അവരിൽ വലിയൊരു പങ്കും രക്ഷിക്കപ്പെട്ടവരല്ലെന്നുള്ളതും ഒരു വസ്തുതയാണ്. പരിതാപകരം തന്നെ. വിശ്വാസികൾ ആത്മാവിനെ പ്രാപിച്ചവർ തന്നെയാണ്, അല്ലാത്തവർ വിശ്വാസികളല്ല. റോമർ 5:5, 8:9, 8:15, 8:23, 1 കൊരിന്ത്യർ 2:12, 3:16, 6:19, 2 കൊരിന്ത്യർ 1:22, ഗലാത്യർ 3:2, 2 തിമോത്തിയോസ് 1:7, തീത്തോസ് 3:7 ഇവ ശ്രദ്ധിക്കുക. അധ്യായം 35. സകല വിശ്വാസികൾക്കും ആത്മാവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ആത്മാവ് നിറഞ്ഞവരല്ല. ആത്മനിറവ്, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മമുദ്ര, ആത്മാവെന്ന അച്ചാരം, ആത്മപ്രാവണം മുതലായ വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി വചനാനുസരണമായ വിശദീകരണങ്ങളാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ അവതരിപ്പിച്ചിരുന്നത്. ഗ്രഹിപ്പാൻ കഴിവും അംഗീകരിപ്പാൻ മനസ്സുമുള്ള നിഷ്പക്ഷമതികളായ ഏവർക്കും അത് ബോധ്യമായിട്ടുണ്ടെന്ന് കരുതുന്നു. തെളിവായ പ്രമാണവാക്യങ്ങളുടെ പിൻബലത്തോടുകൂടി അല്ലാതെ സഭയിൽ ഒരു ഉപദേശം സ്ഥാപിപ്പാനോ വെറും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ പ്രമാണങ്ങൾ സൃഷ്ടിച്ച് അത് ഉപദേശിപ്പാനോ ആർക്കും അവകാശം ഇല്ലെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ബോധ്യത്തോടുകൂടെ തന്നെയാണ് പ്രത്യേകമായ ഈ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 14:38 പൗലോസ് പറയുന്നത് പോലെ പറയല്ലാതെ എന്ത് ചെയ്യേണ്ടു? മേൽ പ്രസ്താവിച്ച 6 കാര്യങ്ങളിൽ ആത്മനിറവൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും സാർവത്രികമായി രക്ഷയോട് ബന്ധപ്പെട്ട സകല വിശ്വാസികളിലും നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളവയാണ്. എന്നാൽ മുമ്പ് പലവട്ടം ചൂണ്ടിക്കാണിച്ചതുപോലെ ആത്മനിറവ് രക്ഷിക്കപ്പെട്ട ശേഷവും വിശ്വാസ ജീവിതത്തിൽ തുടർന്ന് അനുഭവമാക്കേണ്ട അതിവിശിഷ്ടമായ ഒരു അനുഗ്രഹമാണ്. അതിന് വചനത്തിൽ തെളിവായ കൽപ്പനയുണ്ട്. എഫേസ്യർ 5:18. ആത്മസ്നാനമോ ആത്മാഭിഷേകമോ ആത്മമുദ്രയോ ആത്മ അച്ചാരമോ ആത്മപ്രാവണമോ ഒന്നും അതിൽ തന്നെ ആത്മനിറവുമല്ല. ചിലപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അതോടുകൂടി തന്നെ ആത്മനിറവുണ്ടായെന്ന് വരാം. എന്നാൽ അത് ഒരു സാർവത്രിക നിയമമല്ല. പെന്തക്കോസ്ത് നാൾ മുതൽ രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനത്താൽ ഏക ശരീരമാക്കപ്പെട്ട സകല വിശ്വാസികളും ആത്മാവ് പ്രാപിച്ചവരും അഭിഷിക്തരുമായിരുന്നുവെങ്കിലും അവർ എല്ലാവരും ആത്മനിറവ് പ്രാപിച്ചിരുന്നില്ലെന്ന് സ്പഷ്ടമാണ്. പ്രവൃത്തി 6 മേശകളിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവ് ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായിരുന്നില്ലെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്രകാരം തന്നെ ബർന്നബാസിനെ പറ്റി പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മനിറവ് സാർവത്രികമല്ലാതിരുന്ന ഒരു പ്രത്യേക യോഗ്യതയായിട്ടാണ് അവിടെയും പറയപ്പെടുന്നത്. അതുകൊണ്ട് ആദിമസഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ എല്ലാവരും ആത്മനിറവ് പ്രാപിച്ചവരും അതിൻ്റെ അടയാളമായി അന്യഭാഷ സംസാരിച്ചിരുന്നവരുമായിരുന്നു എന്നും മറ്റുമുള്ള പെന്തക്കോസ്ത് സഹോദരന്മാരുടെ അനുമാനങ്ങൾ ശരിയല്ലെന്നാണ് വരുന്നത്. വിശ്വാസികളുടെ മധ്യത്തിൽ
ആത്മനിറവുള്ളവരും ഇല്ലാത്തവരും അന്നും ഇന്നുമുണ്ട്. ആത്മനിറവില്ലാത്ത വിശ്വാസ ജീവിതം ഒരു കുറവ് തന്നെയാണ്. ദൈവസഭയിലെ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ കൃപയോടെ നിർവഹിപ്പാനും ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാനും വിശുദ്ധ ജീവിതം നയിപ്പാനും പരിശോധനകളിലും കഷ്ടങ്ങളിലും ഇടറിപ്പോകാതിരിപ്പാനും പരീക്ഷകളിൽ വീണു പോകാതിരിപ്പാനും മറ്റുമുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനാൽ നിറയപ്പെടുന്നത് കൊണ്ടാണ്. നമുക്ക് നൽകപ്പെട്ടതും നമ്മിൽ അധിവസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിനും ഇഷ്ടത്തിനും നിയന്ത്രണത്തിനും പൂർണ്ണമായി വിധേയപ്പെടുന്ന അനുഭവമാണ് യഥാർത്ഥ ആത്മനിറവിൻ ജീവിതം. ആത്മാവിനാലുള്ള കഴുകൽ, ആത്മാവിനാലുള്ള ശുദ്ധീകരണം, ആത്മാവിൻ്റെ പകർച്ച, ആത്മാവ് വിശ്വാസിയുടെ മേൽ ആവസിക്കുക എന്നിങ്ങനെയുള്ള ചില പ്രയോഗങ്ങളും പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അവ ഓരോന്നായി നോക്കാം. 1. ആത്മാവിനാലുള്ള കഴുകൽ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നതായി നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 6:11. ഒരു കാലത്ത് അശുദ്ധരും പാപികളുമായിരുന്ന കൊരിന്തിലെ വിശ്വാസികൾ എങ്ങനെയാണ് ഈ പുതിയ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്നുള്ള കാര്യമാണ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്നത്. അവർക്ക് ശുദ്ധീകരണം ലഭിച്ചത് ആത്മാവിനാലുള്ള കഴുകൽ കൂടി ലഭിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഒരു പാപി വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുമ്പോൾ തന്നെ അഥവാ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവിനാലുള്ള ഈ കഴുകൽ പ്രക്രിയ നടന്നിട്ടില്ലെങ്കിൽ അവൻ സാക്ഷാൽ അശുദ്ധ പാപി തന്നെയാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും ആത്മാവിനാൽ കഴുകപ്പെട്ടവരാണ്. 2. ആത്മാവിനാലുള്ള ശുദ്ധീകരണം. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് 2 തെസ്സലോനിക്കർ 2:13. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. പ്രവൃത്തി 15:8-9 വാക്യങ്ങൾ. മേലുദ്ധരിച്ച 2 വാക്യഭാഗങ്ങളിലും രക്ഷിക്കപ്പെട്ട ശുദ്ധീകരണം നടക്കുന്നതുകൂടി തന്നെ ഒരളവിൽ അതിനു മുമ്പായി തന്നെ ആത്മാവിനെ നൽകിക്കൊണ്ട് ആത്മാവിനാലുള്ള ശുദ്ധീകരണ പ്രക്രിയ നടന്നു കഴിയുന്നു എന്നാണ് കാണുന്നത്. കൊർന്നല്യോസിൻ്റെ ഭവനത്തിലെ സംഭവമാണ് പത്രോസ് ഇവിടെ അനുസ്മരിപ്പിക്കുന്നത്. അവർ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർക്ക് ആത്മാവിനെ കൊടുത്തു. അത് എന്തിനായിരുന്നു? അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പാൻ. അപ്പോൾ ആത്മാവിനാലുള്ള ശുദ്ധീകരണം കൂടാതെ ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. 3. ആത്മാവിൻ്റെ പകർച്ച. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. തീത്തോസ് 3:6-7 വാക്യങ്ങൾ. കർത്താവ് നമ്മെ രക്ഷിച്ചത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആത്മപകർച്ചയുടെ ഒരു നവീകരണം ഓരോരുത്തരുടെയും മേലും രക്ഷാവേളയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ധാരാളമായി ആത്മപകർച്ചയും സിദ്ധിച്ചവരാണ്. 4. ആത്മനിവാസം. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ എന്ന് 1 പത്രോസ് 4:14 വായിക്കുന്നു. ഇവിടെയും വിശ്വാസികളുടെ സാർവത്രികമായ ഒരു സിദ്ധിയെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവാത്മാവ് വിശ്വാസികളുടെ ഉള്ളിൽ മാത്രമല്ല അവരുടെ മേലും വസിക്കുന്നു. അങ്ങനെ പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും അകത്തും പുറത്തും ആത്മാവിൻ്റെ സാന്നിധ്യം പ്രാപിച്ചവർ തന്നെയാണ്. എന്നാൽ ആത്മാവിനാലുള്ള നിറവ് വീണ്ടും വീണ്ടും പ്രാപിച്ച് ശക്തരായി തീരേണ്ടതുമാണ്. അധ്യായം 36. ഭാഷാപരം. അവിശ്വാസികൾക്ക് അടയാളം. അന്യഭാഷാ ഭാഷണം എന്ന വിഷയത്തെപ്പറ്റി പുതിയ നിയമത്തിൽ ആദ്യമായി പറയുന്നത് മർക്കോസ് 16:17 അവിടെ പുതുഭാഷാ ഭാഷണം ഒരടയാളമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഭാവി കാലത്ത് നടക്കുവാനുള്ള പലവിധ അടയാളങ്ങളിൽ ഒന്നു മാത്രമാണ് അന്യഭാഷാ ഭാഷണമെന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അന്യഭാഷയെപ്പറ്റി ഏറ്റവും കൂടുതലായി പ്രതിപാദിച്ചിട്ടുള്ളത് 1 കൊരിന്ത്യർ 14 അവിടെ അന്യഭാഷകൾ എന്തിനു വേണ്ടിയുള്ള അടയാളമല്ലെന്നും പിന്നെ എന്തിനു വേണ്ടിയുള്ളതാണെന്നും പൗലോസ് തെളിവായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. 14:22. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ പലയിടത്തും പലവിധ അടയാളങ്ങൾ നടക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളതായി തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഈ അടയാളങ്ങൾ എല്ലാ കാലത്തും അതേപടി ആവർത്തിക്കുന്നതായി കാണുന്നില്ല. പഴയ നിയമകാലത്ത് മോശയുടെ നാളുകളിലും ഏലിയാവ്, എലീശ എന്നിവരുടെ പ്രവർത്തന സമയത്തും പ്രത്യേക അടയാളങ്ങൾ നടന്നതായി പറയുന്നുണ്ട്. ഗലീലയിലെ കാനാവിൽ തുടങ്ങി നമ്മുടെ കർത്താവ് പല അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലന്മാരാൽ ജനത്തിൻ്റെ ഇടയിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു എന്നും പ്രവൃത്തി 5:12. സ്തെഫാനോസ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു എന്നും പ്രവൃത്തി 6:8 നാം വായിക്കുന്നു. ഈ വക ഓരോരോ അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അതതിൻ്റെ സ്ഥാനത്ത് പ്രത്യേകം ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. എന്നാൽ ആ കാര്യം സംശയിക്കാൻ ഇടയുള്ള ജനം വിശ്വസിക്കേണ്ടതിന് അത്ഭുതകരങ്ങളായ
ചില അടയാളങ്ങൾ അവരുടെ മുമ്പാകെ ചെയ്തു കാണിപ്പാൻ ദൈവം മോശയെ പ്രാപ്തിപ്പെടുത്തി. പുറപ്പാട് 4:8 ഇങ്ങനെ കാണുന്നു: എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്തെ രക്തമായി തീരും. ഈ അടയാളങ്ങൾ അസാധാരണങ്ങളും അത്ഭുതകരങ്ങളുമായിരുന്നു. അതുകൊണ്ട് ഈ അടയാളങ്ങളാൽ വെളിപ്പെടുത്തപ്പെട്ട അത്ഭുത ശക്തി കണ്ടപ്പോൾ ജനം മോശ അറിയിച്ച കാര്യങ്ങൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കാലത്തും പുതിയ നിയമകാലത്തും നടന്നിട്ടുള്ള അടയാളങ്ങളും അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിപ്പാനും വിശ്വാസത്തിൽ ബലഹീനരായവർക്ക് പൂർണ്ണ വിശ്വാസം നൽകുവാനും കർത്താവിൻ്റെ മഹത്വവും പ്രവൃത്തിയും വെളിപ്പെടുത്തുവാനും വേണ്ടി പ്രത്യക്ഷമായി നൽകപ്പെട്ട അടയാളങ്ങളായിരുന്നു. നാം കണ്ടതുപോലെ അടയാളങ്ങൾ അതിൽ തന്നെ പ്രത്യാതീതമായ അത്ഭുത സംഭവങ്ങളായതുകൊണ്ട് അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നവരിൽ വിസ്മയം ഉളവാകും. അപ്പോൾ അത് ദൈവശക്തിയുടെ പ്രവർത്തന ഫലമായി അനേകർ സമ്മതിപ്പാൻ ഇടയാകുകയും ചെയ്യും. പ്രത്യക്ഷമായ ഒരു അടയാളം നടന്നാൽ അത് ചെയ്യുന്ന ആൾക്കല്ല, പ്രത്യുത അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അന്യന്മാർക്കാണ് തെളിവായി ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ അവ കണ്ടും കേട്ടും വിശ്വസിച്ച് അവർ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. അടയാളങ്ങൾ എന്ന നിലയിൽ ചില അത്ഭുത കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടതെന്നുള്ള വസ്തുത തിരുവെഴുത്തിൽ തെളിവായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നുകൊണ്ട് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അപ്പോസ്തല പ്രവൃത്തി 14:3. അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചും ചേർന്നു വന്നു. അപ്പോസ്തല പ്രവൃത്തി 5:12-14 വരെ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളിലെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത്. റോമർ 15:18. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. എബ്രായർ 2:3-4 വാക്യങ്ങൾ. ഈ ഭാഗങ്ങളിലെല്ലാം പ്രാരംഭദശയിൽ രക്ഷാമാർഗത്തെ പ്രസിദ്ധമാക്കേണ്ടതിന്, സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കേൾവിക്കാരെ ആകർഷിക്കേണ്ടതിന്, ആ മഹത്തായ ശുശ്രൂഷയ്ക്ക് പിൻബലമായിട്ടാണ് എല്ലാവിധ അടയാളവരങ്ങളും അത്ഭുതങ്ങളും നൽകപ്പെട്ടിരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരടയാളമായിട്ട് തന്നെയാണ് അന്യഭാഷാ ഭാഷണ ശേഷിയും നൽകപ്പെട്ടത്. അതിനെക്കുറിച്ച് കൂടിയാണ് മർക്കോസ് 16:17 നമ്മുടെ കർത്താവ് അടയാളങ്ങൾ എന്ന് മുൻകൂട്ടി പറഞ്ഞത്. വിദ്യാവിഹീനരും അന്യരാജ്യങ്ങളിലെ സംസാര ഭാഷകൾ വശമില്ലാത്തവരുമായ ആളുകൾ ആ അന്യനാട്ടുകാരോട് അവരുടെ സ്വന്തം ഭാഷകളിൽ സംസാരിക്കുന്നതായി ബോധ്യപ്പെടുത്തിയാൽ അത് തികച്ചും വിസ്മയജനകമായ ഒരു അടയാളമായിരിക്കും. ആ സംസാരിക്കുന്ന ആളുകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെപ്പറ്റി ചിന്തിക്കുകയും അങ്ങനെ ആ അടയാളം മുഖാന്തരം അവിശ്വാസികളായ അനേകരും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യും. ക്രൂശിൻ്റെ സന്ദേശവും പുതിയ നിയമസത്യങ്ങളും സഭയുടെ പ്രാരംഭകാലത്ത് മുഴുവനായി രേഖപ്പെടുത്തുകയോ വെളിപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആ പ്രാരംഭവേളയിൽ സുവിശേഷീകരണത്തിൻ്റെ പിന്തുണയ്ക്കും സഹായത്തിനുമായി ദൃശ്യമായ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമായി വന്നു. ഈ ശൈശവകാല ദാനങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളവയല്ല. മാത്രമല്ല, അന്യഭാഷകൾ ഉൾപ്പെടെ മർക്കോസ് 16:17 പറയുന്ന അടയാളങ്ങളിൽ ഒന്നുപോലും എല്ലാവർക്കും നൽകപ്പെടുന്നതോ എല്ലാ വിശ്വാസികളും പ്രതീക്ഷിക്കേണ്ടതോ അല്ലെന്ന് ആ ഭാഗം വായിക്കുന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുവാൻ കഴിയും. ആ കാലത്ത് തന്നെ എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ല. എല്ലാ വിശ്വാസികളും സർപ്പങ്ങളെ പിടിച്ചെടുത്തിട്ടുമില്ല. എല്ലാവരും രോഗികളുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം വരുത്തിയില്ല. എല്ലാ വിശ്വാസികളും വിഷകരമായത് കുടിച്ചിട്ട് ഹാനി വരാതിരുന്നിട്ടുമില്ല. മർക്കോസ് 16:17 പറയുന്ന പ്രസ്തുത അടയാളങ്ങൾ വിശ്വസിക്കുന്നവരിൽ ചിലർക്ക് മാത്രം നൽകപ്പെട്ടതാണെന്ന് സ്പഷ്ടമാണ്. അങ്ങനെയെങ്കിൽ അവിടെ തന്നെ പറയുന്ന പുതുഭാഷാ ഭാഷണം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണെന്ന് പറയുന്നത് തികഞ്ഞ അറിവുകേട് അല്ലയോ?